യെസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ നമ്മൾ അസറ്റ്സിന്റെ റൂൾസ് ആണ് നമ്മൾ പഠിച്ചത്, റൈറ്റ്? അപ്പോൾ ഇന്ന് നമ്മൾ ലയബിലിറ്റീസിന്റെ റൂൾസ് പഠിക്കുന്നതായിരിക്കും. ഓക്കെ. യെസ്. സോ നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ദർ ആർ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആസ് വെൽ as മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. സോ യൂഷ്വലി ഇപ്പോൾ NCERT ആയാലും CBSE ആയാലും ഗോൾഡൻ റൂൾസ് ട്രഡീഷണൽ അക്കൗണ്ട്സ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടെ എളുപ്പമായിട്ട് പഠിക്കാനും ഓർത്തിരിക്കാനും നമുക്ക് മോഡേൺ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ് എളുപ്പം. ഓക്കെ. സോ വെൻ യു നീഡ് ടു കമ്പയർ വിത്ത് 5 അക്കൗണ്ട്സ്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു അസറ്റ്സ് അക്കൗണ്ട്. അസറ്റ്സ് അക്കൗണ്ടിൽ എന്തൊക്കെയാണോ ബിസിനസിന്റെ ഓൺ ചെയ്യുന്ന വസ്തുക്കൾ അതിനെല്ലാം നമ്മൾ അസറ്റ്സ് എന്ന് പറയാം. സോ അത് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ആവുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ വരുന്നത് ലയബിലിറ്റീസ് ക്യാപിറ്റൽ. ഓക്കെ. സോ ലയബിലിറ്റീസ് ക്യാപിറ്റൽ ഇൻകംസ് ആൻഡ് ഗെയിൻസിന് നോർമൽ ആയിട്ട് ഒരു 1 റൂൾ ആണ് വരുന്നത്. ഓക്കെ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ലയബിലിറ്റീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് ലയബിലിറ്റീസ്? സോ ലയബിലിറ്റീസ് ആർ ദ ഡെറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ഓഫ് എ ബിസിനസ് ദാറ്റ് മസ്റ്റ് ബി പേ ടു ഔട്ട്സൈഡേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഡെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കടം. ഓക്കെ. ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാനുള്ള ഐ ആം ഒബ്ലൈജ്ഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ. സോ ലയബിലിറ്റീസ് ആർ ദ ഡെറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ഓഫ് എ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിന് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന എന്താണോ, അല്ലെങ്കിൽ തിരിച്ച് ഒരു കടം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലയബിലിറ്റീസ് എന്ന് പറയാം. ദാറ്റ് മസ്റ്റ് ബി പേ ടു ഔട്ട്സൈഡേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. എന്ന് വെച്ചാൽ ബിസിനസിന്റെ പുറത്തുള്ളവർക്ക് ഫ്യൂച്ചറിൽ കാശ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് എന്താണോ കൊടുക്കേണ്ടത് അതിനെ നമുക്ക് ലയബിലിറ്റീസ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. സോ ലയബിലിറ്റീസ് എന്ന് ചോദിക്കുമ്പോൾ അത് ഒബ്ലിഗേഷൻസ് ആണ്. ദേ ആർ ഒബ്ലിഗേഷൻസ്. ദേ അറൈസ് ഫ്രം പാസ്റ്റ് ട്രാൻസാക്ഷൻ. പാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ട്രാൻസാക്ഷന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ രാമൻ, റൈറ്റ്? രാമൻ 2 വർഷം മുന്നേ ഫോർ എക്സാമ്പിൾ അപ്പൊ ഒരു രാമൻ അരുണിന്റെ കയ്യിന്ന് 1,00,000 രൂപ മേടിച്ചു, റൈറ്റ്? അപ്പോ 2 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നാണ് രാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ അരുൺ ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് ദ എമൗണ്ട്, റൈറ്റ്? അപ്പോൾ രാമൻ ആ കാശ് തിരിച്ചു കൊടുക്കണം. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഹാവ് അറൈസൺ ഫ്രം ദ പാസ്റ്റ് ട്രാൻസാക്ഷൻസ്, റൈറ്റ്? സോ അതൊരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാം. ദേ റിക്വയർ ഫ്യൂച്ചർ പേയ്മെന്റ്. അപ്പോൾ അത് ഫ്യൂച്ചർ പേയ്മെന്റ് നമ്മൾ കൊടുക്കണം. അപ്പൊ അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദേ റിഡ്യൂസ് ദ എക്കണോമിക് റിസോഴ്സസ് ഓഫ് ദ ബിസിനസ്. ഈ എക്കണോമിക് റിസോഴ്സസ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മണി റിലേറ്റഡ് റിസോഴ്സസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് മണി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ മണി റിലേറ്റഡ് റിസോഴ്സസ്. എക്കണോമിക് റിസോഴ്സ് ഓഫ് ബിസിനസ് കുറയും. എന്തുകൊണ്ടാണ്? 1,00,000 രൂപ നമ്മൾ 2 വർഷം മുന്നേ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓക്കെ, നമുക്ക് ക്യാഷ് ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി. പക്ഷെ 2 വർഷം കഴിയുമ്പോൾ ഞാൻ ആ 1,00,000 തിരിച്ചു കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കുമ്പോൾ എന്റെ എക്കണോമിക് ബെനിഫിറ്റ് അല്ലേ അവിടെ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ജനറേറ്റ് ചെയ്ത ഒരു എമൗണ്ട് പിന്നെ തിരിച്ചു കൊടുക്കുമല്ലേ? അപ്പോൾ അവിടെ ഒരു റിഡക്ഷൻ ഓഫ് റിസോഴ്സസ് വരുന്നുണ്ട്. ഇനി നമ്മൾ കാശായിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പകരത്തിന് നമ്മുടെ ഒരു വണ്ടിയെ കൊടുക്കുന്നെങ്കിൽ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. ഓക്കെ. സോ അതാണ് അതിന്റെ റെഡ്യൂസ്ഡ് എക്കണോമിക് റിസോഴ്സ് ഓഫ് ദ ബിസിനസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ദേ ആർ പേബിൾ ടു ഔട്ട്സൈഡേഴ്സ്. പുറത്തുള്ള ഒരാൾക്കാണ് നമ്മളത് കൊടുക്കുന്നത്. അകത്തെന്ന് പറയുന്നത് ഓണേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് ലയബിലിറ്റി എന്നുള്ള സ്ഥിതിയിൽ അത് വരില്ല. ഓക്കെ. സോ ഈ ലയബിലിറ്റീസ് 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കറന്റ് ലയബിലിറ്റി ആസ് വെൽ ആസ് നോൺ കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പേയബിൾ വിത്തിൻ 12 months. 1 വർഷത്തിനുള്ളിൽ പേ ചെയ്യണം എന്നുള്ള കടം, അങ്ങനെയുള്ള ലയബിലിറ്റീസിനെ നമ്മൾ കറണ്ട് എന്ന് പറയും. കറണ്ട് എന്ന് വെച്ചാൽ വിത്തിൻ 12 months, ഇപ്പൊ കൊടുക്കാനുള്ളത്. നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ദ ലയബിലിറ്റീസ് ദാറ്റ് ഹാവ് ടു ബി പെയ്ഡ് ആൻഡ് വിച്ച് ഹാവ് എ പീരീഡ് ദാറ്റ് ഇസ് മോർ ദാൻ 12 months. 12 മാസത്തിനുള്ളിൽ കൊടുത്താൽ മതി. 12 മാസത്തിനുള്ളിൽ മീൻസ് 12 മാസം മേളിൽ. ഓക്കെ. 12 മാസം കഴിഞ്ഞ് മേ ബി ഒരു 5 വർഷം അല്ലെങ്കിൽ 4 വർഷത്തിനുള്ളിൽ കൊടുക്കുന്ന കടത്തെയെല്ലാം നമുക്ക് നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ വിത്തിൻ എ ഇയർ കറന്റ് ലയബിലിറ്റീസ് ആയിട്ട് നമുക്ക് പറയാം ക്രെഡിറ്റേഴ്സ്. ആരാണ് ഈ ക്രെഡിറ്റേഴ്സ്? ക്രെഡിറ്റേഴ്സ് വിത്തിൻ ഷോർട്ട് പീരീഡ് നമുക്ക് എന്താ ഒരു ഗുഡ്സ് തരുന്നതായിട്ട് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എ ലിമിറ്റഡ് രാമുവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഗുഡ്സ് മേടിച്ചു.
മേ ബി ഒരു 10,000. അപ്പോ രാമു പറഞ്ഞു നിങ്ങളതൊരു 3 മാസം കഴിഞ്ഞിട്ട് പേ ചെയ്താൽ മതി. ഓക്കെ, ഗുഡ്സ് ഓൾറെഡി രാമു കൊടുക്കുകയും ചെയ്തു. അപ്പൊ രാമുവിനെ നമുക്കിവിടെ എയുടെ അല്ലെങ്കിൽ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവില് രാമുവിനെ നമുക്കിവിടെ ക്രെഡിറ്റർ എന്ന് പറയാം. ആരാണോ ക്രെഡിറ്റ് നൽകുന്നത് അവരെ നമുക്ക് ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിൽസ് പേയബിൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയും. നമ്മളൊരു ബില്ല് ഒപ്പിട്ട് വാങ്ങുവാണ്. ഓക്കെ, ഇത്ര 3 മാസം കഴിയുമ്പോൾ ഞാനിത് പേ ചെയ്തോളാം. അങ്ങനെ ഒപ്പിട്ട് വാങ്ങുന്ന ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെയുള്ള റെക്കോർഡ്സ്, അങ്ങനെയുള്ള ലൈബിലിറ്റീസിനെ നമ്മൾ ബിൽസ് പേയബിൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ രാമു ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് ഒരു ബില്ല് ഇഷ്യൂ ചെയ്ത് ആ ബില്ല് ഒപ്പിട്ട് എയുടെ നിന്ന് വാങ്ങി രാമു തിരിച്ചു മേടിക്കുകയാണ്. സോ അതിനെ നമുക്കൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള നിലയിൽ നമുക്ക് പറയാം. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം കൊടുക്കാനുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലിമിറ്റഡില് ഈ മാസത്തെ ഒരു ടോട്ടൽ സാലറി 20,000 കൊടുക്കാനുണ്ട്, പക്ഷെ അത് ഈ മാസം കൊടുത്തില്ല. അപ്പൊ അതിനെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് നമുക്കതിനെ പറയാം. അപ്പൊ ഈ വർഷം കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുമ്പോൾ അത് നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് മാറും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിനെല്ലാം നമുക്ക് യൂഷ്വലി കറണ്ട് അക്കൗണ്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോ ഒരു പരിധി വരെ ഇവർക്ക് വിത്തൗട്ട് എനി ഗ്യാരണ്ടി ഓർ എനിത്തിങ് ദേ ക്യാൻ വിഡ്രോ ദ മണി ആസ് എ ലോൺ. ഓക്കെ, ഒരു ഷോർട്ട് ടേം ലോൺ ആയിട്ട് അവർക്ക് വിഡ്രോ ചെയ്യാം. അതിന് നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു എമൗണ്ട്, ആ എമൗണ്ട് വരെ അവർക്ക് വിഡ്രോ ചെയ്യാം. ഓവർ ദ പീരീഡ് അഗെയിൻ വെൻ വി പുട്ട് ദ മണി ഇറ്റ് വിൽ ബി അഡ്ജസ്റ്റഡ്. ഓക്കെ, ദെൻ ഷോർട്ട് ടേം ലോൺ വിത്തിൻ 12 months ആയിട്ടുള്ള ഷോർട്ട് ടേം ലോൺ കൊടുക്കുന്നുണ്ട് ബാങ്കുകാർ. സോ അതും നമ്മൾ കറന്റ് ലയബിലിറ്റി ആയിട്ട് പറയും. സോ ഇതെല്ലാം വിത്തിൻ 12 months ആയിരിക്കും. ഓക്കെ, ദെൻ കംസ് നോൺ കറന്റ് ലയബിലിറ്റീസ്. ബാങ്ക് ലോൺ വിച്ച് ഇസ് മോർ ദാൻ 12 months. ഓക്കെ, മോർ ദാൻ എ ഇയർ, 5 വർഷത്തിനുള്ളിൽ പേ ചെയ്താൽ മതിയായിരിക്കും. നമ്മൾ കാർ ലോൺ എടുത്തു, അത് ബാങ്ക് ലോൺ ബാങ്കിൽ നിന്ന് എടുത്താണ്, 5 വർഷം. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സോ വിച്ച് ഇസ് ലൈക്ക് we are issuing a debenture. Okay, നമ്മൾ പബ്ലിക്കിന്റെ മേ ബി വി ആർ കളക്ടിങ് ദ മണി ആസ് എ ഫോം ഓഫ് മണി. ലൈക്ക് നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യണം. ആ ഇൻസ്ട്രുമെന്റ് ആണ് പബ്ലിക്കിനുള്ള ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ അത് ചിലപ്പോൾ 5 വർഷത്തേക്കായിരിക്കും. 5 വർഷം കഴിയുമ്പോൾ വി നീഡ് ടു പേ ബാക്ക് ദ മണി. ഓക്കെ, സോ അത് നമുക്ക് ഡിബഞ്ചർ എന്ന് പറയും. മോർഗേജ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു അസറ്റ് മോർഗേജ് ചെയ്യാന്ന് പറയും. ഒരു അസറ്റ് ബാങ്കിൽ പണയം വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ലോണിനാണ് മോർഗേജ് ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കട അടച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദിസ് പർട്ടിക്കുലർ ലാൻഡ് വിൽ ബി ടേക്കൻ ഫോർ റിയലൈസിങ് ദ പർട്ടിക്കുലർ ലോൺ. അല്ലെങ്കിൽ നമ്മൾ ആ കാശ് ഈടാക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ലാൻഡ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ഗ്യാരണ്ടി വെക്കുവാണ്. നമ്മൾ ഹൗസ് ലോൺ എടുക്കുമ്പോൾ നമ്മൾ വീടിന്റെ ആധാരം വെക്കും. അപ്പൊ അത് മോർഗേജ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അടച്ചില്ലെങ്കിൽ മാത്രമേ അത് പർട്ടിക്കുലർ ആയിട്ട് അവർ റിയലൈസ് ചെയ്തുള്ളൂ. ലോങ് ടേം ബോറോയിങ് ലോൺ, ഏതെങ്കിലും ബോറോയിങ്സ് ലോങ് വിച്ച് ഇസ് മോർ ദാൻ എ ഇയർ, അത് നമുക്ക് നോൺ കറന്റ് ലയബിലിറ്റീസ് ആയിട്ട് എടുക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ റൂൾസ് ഓഫ് ലയബിലിറ്റീസ് പോകുമ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് ഇവിടെ പറയാം. ലയബിലിറ്റീസ് വെൻ ഇൻക്രീസസ്. ഓക്കെ, ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അത് ഡിക്രീസ് ചെയ്യുമ്പോഴോ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലയബിലിറ്റി എപ്പോഴും നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ളതാണ്. സോ വി ആർ കൺസിഡറിങ് ആസ് എ ക്രെഡിറ്റർ. ഓക്കെ, അപ്പോൾ അതിനെപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അത് ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോൾ കുമാരൻ ടുക്ക് എ ലോൺ ഫോർ ₹10 lakh എന്ന് പറയുമ്പോൾ ഇവിടെ ആരെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? കുമാരൻ ടുക്ക് എ ലോൺ ഫോർ 10 lakh. നമ്മളിപ്പോ കുമാരൻ ഇതൊരു കമ്പനിയാന്ന് വെച്ചു, കുമാരൻ ലിമിറ്റഡ്. അപ്പോ ഇത് ഇവിടെ 2 ട്രാൻസാക്ഷൻ ആണ് വരുന്നത്. റൈറ്റ്, ലോൺ നമുക്ക് കിട്ടി. റൈറ്റ്, നമ്മുടെ കുമാരൻ ലിമിറ്റഡിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ എൻട്രി എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ റൂൾ നോക്കുന്നത്. അപ്പോ കുമാരനിലേക്ക് വരുന്നത് എന്താണ്? ക്യാഷ് ആണ്. റൈറ്റ്, ഈ ക്യാഷ് കൂടുക എന്ന് പറയുന്നത് ഇത് അസറ്റ് ആണല്ലേ. അപ്പൊ ഇവിടെ അസറ്റിന്റെ റൂൾ ബാധകമാവും. അപ്പൊ ഇവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് ഡെബിറ്റ് ചെയ്യണം. പക്ഷെ ഈ ക്യാഷ് വരുന്നത് എങ്ങനെയാണ്? ലോൺ എടുത്തിട്ടാണ്, എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോ ഇവിടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ലോൺ ആണ്, ലോൺ അക്കൗണ്ട് ആണ് അല്ലെ. ലയബിലിറ്റീസും കൂടി.
അപ്പൊ ലോൺ അക്കൗണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ കോംബോ റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കോമ്പിനേഷൻ ഓഫ് അസറ്റ് റൂൾ ആസ് വെൽ ആസ് ലൈബിലിറ്റീസ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ലൈബിലിറ്റീസ്. അപ്പൊ നമ്മൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ എങ്ങനെയാ വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും ടു ലോൺ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. കാരണം ലോണ് ലൈബിലിറ്റി ആണ്, അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇറ്റ്സ് ഹാവിംഗ് എ ക്രെഡിറ്റ് ബാലൻസ്. സോ ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി മീൻസ് വി ആർ ക്രെഡിറ്റിംഗ് ദ പർട്ടിക്കുലർ ലൈബിലിറ്റി അക്കൗണ്ട്, റൈറ്റ്? അതുപോലെ തന്നെ ഇതിപ്പോ ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? നമ്മൾ ജസ്റ്റ് ഒരു ടി ഫോർമാറ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ ഒന്ന് പഠിക്കുക. ലെഡ്ജർ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ജസ്റ്റ് ടി ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പൊ ക്യാഷ് ആണെങ്കിൽ ക്യാഷിന്റെ ഏത് വശത്താണ് കൂടുന്നത്? ഡെബിറ്റ് സൈഡിലാണ് കൂടുന്നത്, റൈറ്റ്? അപ്പൊ ഇവിടെ നിങ്ങൾ ടു ലോൺ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് 10 lakh എന്ന് എഴുതാം. ലൈബിലിറ്റി സൈഡിലെ നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂള് ഈ ഫോർമാറ്റിൽ നോക്കുവാണെങ്കിൽ എങ്ങനെ വരുന്നത്? ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ്. ഇപ്പൊ ക്രെഡിറ്റ് സൈഡിലല്ലേ ലൈബിലിറ്റി കൂടുന്നത്? അപ്പൊ ഇവിടെ ബൈ ക്യാഷ് നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് അവിടെ എത്ര എഴുതേണ്ടത്? 10 lakh. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ ക്രോസ് പോസ്റ്റിംഗ് നോക്കുക. ബേസിക് റൂൾസ് ആണ്. ലെഡ്ജർ പോസ്റ്റിംഗ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഒരു ട്രാൻസാക്ഷൻ കൂടെ. മാധവൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. അപ്പോ ഇവിടെ ഗുഡ്സ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഗുഡ്സ് എന്താണ്? അസറ്റ് ആണ്. അപ്പോൾ നമുക്കത് മേ ബി വിൽ ടേക്ക് ഇറ്റ് ആസ് പർച്ചേസ് അക്കൗണ്ട്, റൈറ്റ്? പർച്ചേസ് അക്കൗണ്ട് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ ഓൺ ക്രെഡിറ്റ് ആണ്, റൈറ്റ്? ഓൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളത് കടത്തിലാണ് വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പേരില്ലാത്തതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പേര് ഓൺ ക്രെഡിറ്റ് ഫ്രം ആകാശ് എന്ന് കൊടുത്താൽ ആ ആളുടെ പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ആകാശിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി എന്ന് പറയുന്നത് ആകാശിന്റെ നമ്മൾ സ്റ്റോക്ക് ഓൺ ക്രെഡിറ്റ് വാങ്ങുന്നതാണ്, റൈറ്റ്? ഇവിടെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് കൂടുന്നുണ്ട്. അപ്പൊ അത് പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഒരു അക്കൗണ്ട് ഫോർമാറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, നമ്മളിപ്പോൾ ഒരു പർച്ചേസ് അക്കൗണ്ട്, ഓക്കെ, ഈ ഫോർമാറ്റിൽ നോക്കുവാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ആകാശ് എന്ന് എഴുതും 10 lakh. സോ അതുപോലെ തന്നെ നമ്മൾ വേറെ ആരുടെ അക്കൗണ്ട്? ആകാശ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റർ അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബൈ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ 10 lakh എന്ന് എഴുതും, റൈറ്റ്? സോ ഇങ്ങനെയാണ് അക്കൗണ്ട് പോസ്റ്റിംഗ് വരുന്നത്. ജസ്റ്റ് വെർട്ടിക്കൽ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. സോ സിമ്പിൾ ആയിട്ട് ലൈബിലിറ്റി എവിടെ ഇൻക്രീസ് ആവുന്നു? നമ്മൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യും. നമ്മൾ ക്രെഡിറ്റേഴ്സ് വാങ്ങുന്ന ബിൽസ് പേബിൾ ഇൻക്രീസ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഇനി വേണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന കുറയുന്ന സാഹചര്യം നമ്മൾ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ ഒരു കേസിൽ നമ്മൾ പറഞ്ഞു ബാങ്ക് ലോൺ. ഈ ബാങ്ക് ലോൺ ഓൾറെഡി നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുണ്ട്. ഓൾറെഡി ഇതിപ്പോ കുമാരൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ഉണ്ട്. ഇതിപ്പോ കൊടുക്കാറായി. അപ്പൊ ഇത് കൊടുക്കണമെങ്കിൽ നമ്മൾ കാശ് തിരിച്ചടയ്ക്കണം, റൈറ്റ്? അപ്പോ ഇത് ഓൾറെഡി ദിസ് ഇസ് ഹാവിങ് എ ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടി ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ ഒരു അക്കൗണ്ട് ബാങ്ക് ലോണിന്റെ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ഓൾറെഡി ഇവിടെ 10 ലക്ഷം ഉണ്ടല്ലേ? ബാലൻസ് ബ്രോട്ട് ഡൗൺ കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ട്. ഇപ്പൊ ഇത് ഈ വർഷം പേ ചെയ്യണം. പേ ചെയ്യണമെങ്കിൽ എന്താണ്? ഇത് സീറോ ആവണം അല്ലെ? ബാങ്ക് ലോൺ അക്കൗണ്ട് സീറോ ആവണമെങ്കിൽ ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. അപ്പോ ടു ക്യാഷ് എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മൾ ആ 10 ലക്ഷം കടം വീട്ടുകയാണ്. ഇവിടെ ടു ക്യാഷ് എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? അസറ്റ് ഡിക്രീസ് ആവുക. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. അത് കൊടുക്കുമ്പോൾ ഡിക്രീസ് ആവും. സോ ഡിക്രീസ് ഇൻ അസറ്റ് മീൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഡിക്രീസ് ഇൻ ലോൺ മീൻസ് ഡിക്രീസ് ഇൻ ലയബിലിറ്റി എന്ന് പറയുന്നോ നമ്മൾ ഡെബിറ്റ് ചെയ്യും. സോ ഇവിടെ എൻട്രി നോക്കുവാണെങ്കിൽ എങ്ങനെ വരും? ലോൺ അക്കൗണ്ട് ഡെബിറ്റ് 10 lakh ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, അതും കുറയുന്നു. ടു 10 lakh ടു ക്യാഷ് 10 lakh. അപ്പോ ഇതിന്റെ ക്രോസ് പോസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ ലോൺ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ടു ക്യാഷ്. ഇത് അതുപടി എടുത്ത് എഴുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 ലക്ഷം ലോൺ അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തു തീർത്തു, കാശ് പുറത്തേക്ക് പോയി. ഓക്കെ,
ടു ക്യാഷ് എന്ന് പറയുന്ന ക്യാഷ് ഇസ് ഗോയിങ് ഔട്ട്. ബൈ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് വെച്ചാൽ ക്യാഷ് ഉള്ളിലേക്ക് വരുന്നു. സോ ഓൾറെഡി 10 ലക്ഷം ഇരുന്ന ഒരു അക്കൗണ്ടിൽ നമ്മൾ 10 ലക്ഷം കൊടുത്ത് നമ്മൾ പേ ഓഫ് ചെയ്തു. ഇപ്പൊ ഇവിടെ രണ്ട് സൈഡിൽ 10 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സീറോ. ഓക്കെ, ഇനി ബാലൻസ് ഇല്ല ഒന്നും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇസ് റിലേറ്റഡ് ടു ദ റൂൾസ് ഓഫ് ലൈബിലിറ്റീസ്. നമ്മൾ വേറെ എന്തെങ്കിലും ഒരെണ്ണം കൂടെ ഒന്ന് നോക്കാം. എന്താണ്? രാമു പർച്ചേസ്ഡ് കാർ ഫ്രം മഹീന്ദ്ര ലിമിറ്റഡ് on credit for rupees 4 lakh. ഇപ്പോ ഇവിടെ കാർ എന്ന് പറയുന്ന അസറ്റ് ആണ്. അപ്പോൾ കാർ അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ്. ലയബിലിറ്റി എന്താണ്? മഹീന്ദ്രയ്ക്കാണ് നമ്മൾ കാശ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റർ അല്ലെങ്കിൽ വെൻഡർ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇങ്ങനെ നമുക്ക് 4 lakh എന്ന് എഴുതാം. ഇതിൽ നമ്മൾ അസറ്റും ലയബിലിറ്റീന്റെ റൂള് രണ്ടും അപ്ലൈ ആവുന്നുണ്ട്. റൈറ്റ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. So with this, we are signing off from the rules of liabilities. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റലും അതുപോലെ തന്നെ എക്സ്പെൻസ് ആൻഡ് ഇൻകം വിൽ ബി ഡിസ്കസിങ്. ഓക്കെ, സോ അടുത്ത ക്ലാസ് വരെ ഇത് നിങ്ങളൊന്ന് തറവായിട്ട് റിവൈസ് ചെയ്യുക. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.